എൻ്റെ സിസ്റ്ററിൻ്റെ ഒരു ബർത്ത് വ്ളോഗാണ്. അവളെ ലേബർ റൂമിൽ കയറ്റാൻ പോകുന്നതിന് മുമ്പത്തെ അവസ്ഥയാണ്. ഭയങ്കര ടെൻഷനടിച്ച് കരഞ്ഞ് പിഴിഞ്ഞ് നിൽക്കുവാണ്. അങ്ങനെ അവളുടെ നാത്തൂന്തോ സമാധാനിപ്പിച്ച് കയറ്റാനായിട്ട് പോവുകയാണ്. മെറ്റേണിറ്റി യൂണിറ്റിൽ അവർ ഇന്നലെ രാത്രിയിൽ കയറ്റിയായിരുന്നു. ഇന്ന് രാവിലെയാണ് ഡെലിവറി. അപ്പം സിസേറിയൻ ആവാനാണ് സാധ്യത. അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു മിക്കവാറും സിസേറിയൻ ആയിരിക്കുമെന്ന്. അപ്പോൾ എല്ലാവരും ടെൻഷൻ അടിച്ച് വെളിയിലിരിപ്പുണ്ട്. ഋതുവിന് മാത്രം ഒരു കൂസലുമില്ല. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിക്കളിയായിരുന്നു. ഋതു കൈ പിടിച്ചോണ്ട് പോ. അപ്പൂപ്പനെ കൈ പിടിച്ചോ. ഇത് അവളുടെ അമ്മായിയച്ഛനാണ്. അച്ഛൻ്റെ കൂടെ അവനാണെങ്കിൽ എങ്ങോട്ടൊക്കെയോ കറങ്ങാനൊക്കെ പോയി. അത് കഴിഞ്ഞ് ഇവിടെ അമ്മ മാത്രമേ അകത്ത് കയറുള്ളൂ. വേറെ ആരെയും ഈ ലേബർ റൂമിനകത്ത് കയറിയിട്ടില്ല. അങ്ങനെ കുഞ്ഞ് ജനിച്ച് ആൺകുഞ്ഞാണ്. അപ്പം അമ്മ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി കണ്ടോ പിടിക്കില്ലേ പിടിച്ചില്ലേ പിടിക്കില്ലേ. വിഷ്ണുവിനെ എടുക്കണമെന്നുണ്ട്. പക്ഷെ ഭയങ്കര പേടിയാണ്. അതാണ് എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡ്. ഭയങ്കര പേടിച്ചൊക്കെ റിപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിർബന്ധിച്ച് പിന്നെ എടുപ്പിച്ചു. ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് അവനപ്പം തന്നെ തിരിച്ചു കൊടുത്ത് കൊച്ചിന്. ഋതുവിൻ്റെ ആവേശം ഭയങ്കരമായിരുന്നു വാവയെ കാണാൻ. വാവയെ പിടിക്കില്ലേ വാവയെ പിടിക്കില്ലേ. അത് കഴിഞ്ഞ് അവളെ അപ്പം അതിന് വിഷ്ണുവിനെയും കൂടി വിളിച്ച് എടുത്ത് ബെഡി കിടത്തി സ്ട്രെച്ചറിൽ കൊണ്ടുവരുവാണ്. അപ്പം എടുത്ത് കിടത്താൻ വേണ്ടിയിട്ടാണ് അവനെയും കൂടി വിളിച്ചത്. അങ്ങനെ അവൻ പോയി എടുത്ത് കിടത്തി. അങ്ങനെ അവളെ കൊണ്ടുവരുവാണ്. വാർഡിലാണ്. സിസേറിയൻ കഴിഞ്ഞവർക്കുള്ള വാർഡ് വേറെയാണ്. നോർമൽ വാർഡിലല്ല കൊണ്ട് കിടത്തുന്നത്. അത് രണ്ടാമത്തെ നിലയിലായിരുന്നു. അപ്പം അങ്ങോട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ നമ്മൾ വാർഡിലെത്തി. വാർഡിൽ അവളെ കൊണ്ട് കിടത്തി. അവൾക്ക് ഭയങ്കര കിടുങ്ങലുണ്ടായിരുന്നു. അത് കാരണം കൈയൊക്കെ തടവി കൊടുത്തുകൊണ്ടിരിക്കുക. അത് നാത്തൂൻ്റെ മോളാണ്. അത് ഇതാണ് ഞങ്ങളുടെ ബേബി. സിസേറിയൻ ആയതുകൊണ്ട് ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം വീട്ടിലോട്ട് സ്വീകരിക്കുവാണ്. അപ്പം ഞാനാണ് ആരതി ഒഴിഞ്ഞത്. എൻ്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്തു. ഞങ്ങൾക്ക് അമ്മ ഇല്ലാത്തത് കൊണ്ടും ഞാനാണ് ചെയ്തത്. അങ്ങനെ അവളെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തന്നെയാണ് പ്രസവം കഴിഞ്ഞ് കൊണ്ടുപോയത്. അങ്ങനെ അവിടെ കയറ്റുന്ന ചടങ്ങാണിതൊക്കെ. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ചടങ്ങൊന്നുമില്ല. അങ്ങനെ ബെഡിൽ കൊണ്ട് കിടത്ത ഋതു ആവയുടെ ഓരോ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവൻ നല്ല ഉറക്കമാണ്. അപ്പം ഇത്രയേ ഉള്ളൂ.